ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെമ്മനം ചാക്കോ എഴുതിയിട്ടുള്ള റൈസ് എന്ന പോയമാണ് കേട്ടോ. ഈ പോയമിന് ആക്ച്വലി 2 പാർട്സ് ആണുള്ളത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ആണ്. നമ്മുടെ ചെമ്മനം ചാക്കോ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പഠിച്ച് അവിടുന്ന് ചപ്പാത്തി എല്ലാം കഴിച്ച് മടുത്ത് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ നാടിന്റെ പച്ചപ്പയും ഹരിതാപയും ഒക്കെ ഊഷ്മളതയൊക്കെ പ്രതീക്ഷിച്ച് വരുന്ന ആളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ റിയാലിറ്റി ആണ്. അതായത് പുള്ളി ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയതിനേക്കാളും ഒരുപാട് മാറിയിട്ടാണ് ഇപ്പൊ നാടുള്ളത്. സോ അതിനെ ഒരു സർക്കാസ്റ്റിക്കലി പറയാണ് ഈ ഒരു പോയമിൽ ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയമാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ് കേട്ടോ. I come home at the end of 4 years of research in North India, having earned a doctoral degree and generous praise for my work on making toys with husk. So പുള്ളി എന്താണ് അവിടെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടെ PhD ചെയ്യായിരുന്നു, റിസർച്ച് ചെയ്യായിരുന്നു. എന്തിനാണ്? ഹസ്ക് വെച്ചിട്ട്, അതായത് ഈ നമ്മുടെ നെല്ലിന്റെ ഉമിയില്ലേ, ഇതൊക്കെ വെച്ചിട്ട് ടോയ്സ് ഉണ്ടാക്കുന്നതിലുള്ള ഒരു റിസർച്ച് ഒക്കെ കഴിഞ്ഞ് PhD ഒക്കെ നേടി നാട്ടിലേക്ക് വരികയാണ്. ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ, ഐ ആം ഈഗർ ടു റീഡ് എ മീൽ ഓഫ് അതിക്കിര റൈസ്. അപ്പം അവിടെ നിന്ന് ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്തിട്ടാണ് വരുന്നത്. നാട്ടിലെത്തിയിട്ട് നല്ല അതിക്കിര ചോറ് കഴിക്കണം എന്നുള്ള ഒരു പ്രത്യേക വെറൈറ്റി അരിയാണ് കേട്ടോ. നമ്മൾ മട്ടയുടെ അരി അല്ലെങ്കിൽ കുറുവ അരി എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു അരിയാണ്. സോ അങ്ങനത്തെ ഉള്ള അരിയൊക്കെ അല്ലെങ്കിൽ അത് വെച്ച് ചോറൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പുള്ളി വരികയാണ്. അപ്പൊ ഇനി എക്സ്പെക്ടേഷൻ ആണ് കേട്ടോ നാട്ടിലെത്തുന്ന സമയത്ത് കാണാൻ പോകുന്ന കാഴ്ചകൾ. ഇറ്റ് വിൽ ബി ദ പ്ലാന്റിംഗ് സീസൺ വെൻ ഐ ഗെറ്റ് there and my father his handloom dhoti stained with yellow mud, excited about the waters of Varanganal canal. അപ്പൊ എന്താണ് നമ്മുടെ ചെമ്മനം ചാക്കോ പറയാണ്, ഞാൻ നാട്ടിലെത്തുന്ന സമയത്ത് ഇപ്പൊ മിക്കവാറും നെല്ല് വിതയ്ക്കുന്ന സമയമായിരിക്കും. അപ്പൊ അച്ഛൻ എവിടെ ഉണ്ടാവും? വയലില് മുണ്ടിന്റെ മേലെ കുറച്ച് ചളിയൊക്കെ ആയിട്ട്, ധോത്തിയില് കുറച്ച് ചെളിയൊക്കെ ആയിട്ട്, അതായത് മണ്ണിൽ പണിയെടുക്കുന്ന ആളാണല്ലോ. സോ ധോത്തിയിൽ കുറച്ച് ചെളിയൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയാ, ഉഴുത് മറയ്ക്കുന്ന പണിയിലായിരിക്കും അല്ലെ. കാളകളെ വെച്ചിട്ട് കണ്ടം ഉഴുന്ന് മറയ്ക്കുന്ന പണിയിലായിരിക്കും. അപ്പം അവിടുന്ന് വരങ്ങനാൽ കനാൽ, അതായത് അവരുടെ അവിടെ നാട്ടിലേക്ക് വെള്ളം മെയിൻ ആയിട്ട് വരുന്നൊരു കനാലാണ്. അപ്പൊ ആ കനാലിൽ വെള്ളം വന്നതിന്റെയും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന്റെ ഒക്കെ സന്തോഷത്തിലായിരിക്കും അച്ഛൻ ഉണ്ടാവുക. Will greet me from the fields below our house amidst the shouts of ploughing with several oxens. അപ്പം കാളകളെ വെച്ചിട്ട് ഈ എന്താ പറയാ വയലൊക്കെ ഉഴുത് മറിക്കുന്നതിനിടക്ക് എന്നെ കാണുമ്പം അച്ഛൻ അവിടെ നല്ല ആ ഒരു ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ കാണുമ്പോൾ അച്ഛൻ എന്നെ ദൂരന്നേ ഗ്രീറ്റ് ചെയ്യും. എന്നെ കണ്ടാൽ ഇങ്ങനെ നീ എപ്പോഴാ അവിടുന്ന് പുറപ്പെട്ടെ എന്ന് ചോദിക്കുന്നു പറയാണ് കേട്ടോ. The oxen will stop when they see me walking with my suitcase and my father, without smiling, the smile slowly forming on his lips. അപ്പം ഞാൻ വരുന്നത് കാണുമ്പം അല്ലെ കാളകൾ അവരുടെ നടത്തം നിർത്തും. എന്നിട്ട് അച്ഛൻ എന്താണ്, അച്ഛനൊരു ചെറിയ ചിരി എന്താ മുഖത്തിങ്ങനെ വരുത്തിക്കൊണ്ട് ചോദിക്കും, എന്താണ്? വിൽ കോൾ ഫ്രം ദ ഫീൽഡ് ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദെയർ? നീ എപ്പോഴാ അവിടുന്ന് പുറപ്പെട്ടത് എന്ന് അച്ഛൻ വിളിച്ച് ചോദിക്കുന്നത്. അപ്പൊ നമ്മളല്ലേ കുറെ കാലത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഭയങ്കര വാം ആയിട്ടുള്ള ഒരു സീനാണ് അവിടെ നമ്മുടെ കവി പ്രതീക്ഷിക്കുന്നത് കേട്ടോ. My little brother, carrying the tender saplings to be planted in the field where the ploughing is done, will run when he sees me. അപ്പൊ എന്റെ ലിറ്റിൽ ബ്രദർ, എന്റെ കുഞ്ഞനിയൻ ഉണ്ടാവും. അവൻ എന്താണ്, അവന്റെ കയ്യിൽ ഈ സാപ്ലിങ്സ് ഉണ്ടാവും, അതായത് നെല്ലിന്റെ നെൽക്കതിരുകൾ അല്ലെങ്കിൽ നെല്ലിന്റെ ആ ചെറിയ ഇതുണ്ടാവില്ല, നമുക്ക് അവിടെ നടാനുള്ള ചെറിയ സാധനം ഉണ്ടാവുമല്ലോ. സോ എന്താ കറ്റാന്നല്ലേ പറയാ. അപ്പൊ അതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അനിയൻ ഇങ്ങനെ ഓടി വരുന്നുണ്ടാവും എന്നെ കണ്ടിട്ട്. ആൻഡ് കോൾ ഔട്ട് ലൗഡ് വിത്തിൻ ഇയർഷോട്ട് ഓഫ് ദ ഹൗസ്, മദർ ബ്രദേഴ്സ് അറൈവ്ഡ്. അല്ലെ, അപ്പൊ എന്റെ അനിയൻ ഉറക്കനെ വിളിച്ചു പറയും, അമ്മേ ചേട്ടൻ വന്നു എന്ന് ഉറക്കനെ വിളിച്ചു പറയും. നല്ല രസമുള്ളൊരു സീനല്ലേ ഇതൊക്കെ. Then walking cautiously along the dike so as not to upset the baskets full of seed, I'll reach home in good time at last, just as my mother drains the well cooked rice. അങ്ങനെ അല്ലെ വരമ്പിലൂടെ ശ്രദ്ധിച്ച് നടക്കുകയാണ്. കാരണം അവിടെ എന്താണ്, കൊട്ട നിറയെ ഇങ്ങനെ വിത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഈ വിത്തൊന്നും തട്ടിപ്പോവാതെ വരമ്പിലൂടെ വളരെയധികം ശ്രദ്ധിച്ച് നടക്കുകയാണ്. ശ്രദ്ധിച്ച് നടന്നിട്ട് വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. അല്ലെ, നല്ല വെന്ത ചോറ് അമ്മ ഇങ്ങനെ വാർത്ത് വെക്കുകയാണ്. അമ്മ ഊറ്റി വെക്കുകയാണ്. ചോറ് നമ്മൾ വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ ഊറ്റി വെക്കില്ലേ, വാർത്ത് വെക്കില്ലേ. അപ്പൊ അമ്മ ഇങ്ങനെ ചോറ് വാർക്കുന്ന ആ ഒരു രംഗം അതിങ്ങനെ കാണുകയാണ് കേട്ടോ. ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. ഇപ്പൊ ട്രെയിനോട് പറയണോ, അയ്യോ എന്റെ പൊന്നു ട്രെയിനെ കുറച്ചും കൂടെ സ്പീഡിലൊന്ന് പോകാമോ, എനിക്കൊന്ന് വീട്ടിലെത്തിയിട്ട് എന്താ വേഗം ഒന്ന് ചോറ് തിന്നാ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കര ചോറ് തിന്നണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് പുള്ളി വരുന്നത് കേട്ടോ. Then the bus stops. ഇനി നമ്മൾ റിയാലിറ്റിയിലേക്ക് പോവാണേ. The bus stops on the road across from the house. When I left this place, palm thatched houses could be seen in the distance on the right. But now there's nothing except for trees. How the place has changed.
അപ്പൊ പുള്ളി ബസ് ഇറങ്ങുകയാണ്, നാട്ടിൽ വന്ന് ബസ് ഇറങ്ങുകയാണ്. ബസ് ഇറങ്ങുന്ന സമയത്ത് എവറിത്തിങ് സീംസ് ടു ബി വെരി സ്ട്രേഞ്ച്. ഭയങ്കര വിചിത്രമായിട്ട് തോന്നുകയാണ്. കാരണം ഇവിടുന്ന് പോകുമ്പം അവിടെയൊക്കെ ഉണ്ടായിരുന്നത് ലീഫ് താച്ച്ഡ് ഹൗസസ് ആയിരുന്നു, അതായത് ഓല മേഞ്ഞ പുരകളായിരുന്നു. പക്ഷെ തിരിച്ച് നാട്ടിലെത്തുന്ന സമയത്ത് കാണുന്ന എന്താണ്, അവിടെയൊക്കെ വലിയ വലിയ മരങ്ങളാണ് കാണുന്നത്. ഈ കാണുന്ന വീടുകളൊന്നും തന്നെ അവിടെ കാണാനില്ല കേട്ടോ. Rubber plants twice my height now stand in rows around me on the ridge where modern and Vellaran used to be sown. അപ്പൊ പറയാണല്ലേ, അതായത് എന്റെ രണ്ട് സൈഡിലായിട്ടും റബ്ബർ ചെടികൾ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ട്വൈസ് മൈ ഹൈറ്റ്, എന്നെക്കാൾ ഇരട്ടി വലുപ്പത്തിലുള്ള റബ്ബർ ചെടികൾ നിൽക്കുകയാണ്. ആ ഒരു പറമ്പിലൊക്കെ ശരിക്കും എന്തായിരുന്നു, വെള്ളാരൻ ആൻഡ് മോഡേൺ അല്ലേ. വെള്ളാരൻ ആൻഡ് മോഡേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ടൈപ്പ് ഓഫ് റൈസ്, നമ്മുടെ ആത്തിക്കീര റൈസ് പറഞ്ഞ പോലെ തന്നെ വേറൊരു ടൈപ്പ് നെല്ലാണ് എന്ത്, മോദനും അതുപോലെ തന്നെ വെള്ളാരനും. ഇതൊക്കെ വിതച്ചുകൊണ്ടിരുന്ന വയലുകളായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ അതെല്ലാം എന്താണ്, റബ്ബറാണ് കാണുന്നതെന്ന് പറയാണ് കേട്ടോ. ആൻഡ് കൺഫ്യൂസ് മൈ പാത്ത് ആസ് ഐ വാക്ക് ഹോം. അപ്പൊ എന്താണ്, വീട്ടിലേക്ക് തിരിച്ച് നടക്കുന്ന സമയത്ത് വഴി തെറ്റി പോവാണ്. കാരണം അല്ലെ, വന്ന വഴിയല്ല, ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്തുള്ള വഴിയല്ല. അവിടെ ഇപ്പൊ വയലുകളൊന്നും കാണുന്നില്ല, നിറയെ എന്താണ്, അവനവന്റെ ഇരട്ടി വലുപ്പത്തിലുള്ള റബ്ബർ ചെടികളാണ് കാണുന്നത്. There's no bustle of men below, no shouts of plowing. അല്ലെ, ബസ്സിൽ ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വയലിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ആർപ്പ് വിളികളും ഒച്ചപ്പാടും ബഹളവും ഒന്നും കേൾക്കുന്നില്ല. നോ ഷൗട്ട്സ് ഓഫ് പ്ലോയിങ് അല്ലെ. പ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഉഴുത് മറയ്ക്കുക, കാളേനെ വെച്ചിട്ട് കണ്ടം പൂട്ടിക്കുക, അല്ലെങ്കിൽ ഉഴുത് മറയ്ക്കുക എന്ന് പറയില്ലേ. അപ്പം സാധാരണ ഒരു കൃഷി നടക്കുന്ന സമയത്ത്, നെൽകൃഷി നടക്കുമ്പോൾ ഈ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ അതൊന്നും കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. And when I look, the whole field is planted over with arecanut palms, and in the corner along the canal stand the dealwood trees. ഇപ്പൊ അവിടെ എന്താണ് നിറച്ചും കാണുന്നത്, എന്താണ്, ഫുള്ളും അല്ലെ ഈ പറഞ്ഞ അരീക്കനട്ട് പാംസും ഡീൽവുഡ് ട്രീസും ആണ്. അരീക്കനട്ട് പാം എന്ന് പറഞ്ഞാൽ എന്താണ്, അടയ്ക്കാ മരങ്ങളും അതുപോലെ തന്നെ ഡീൽവുഡ് ട്രീസും ആണ് അവിടെ കാണുന്നത് കേട്ടോ. വേറെ ഒന്നും തന്നെ കാണുന്നില്ല അല്ലെ. കനാലിന്റെ ഓരത്തായിട്ട് ഈ പറഞ്ഞ കവുങ്ങുകൾ അല്ലെ, അടയ്ക്കാ മരങ്ങൾ അല്ലെങ്കിൽ കവുങ്ങുകളും പിന്നെ ഡീൽവുഡ് മരങ്ങളുമാണ് കാണുന്നതെന്ന് പറയാം കേട്ടോ. ഐ എൻറ്റർ ദ ഹൗസ്. അങ്ങനെ വീട്ടിലേക്ക് കയറുകയാണ് നമ്മുടെ കവി. Beyond the southern wing, my father's watching them fix up the machine for making rubber sheets. How happy and contented the look on his face. അപ്പൊ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഈ നമ്മുടെ കവി വിചാരിക്കുന്നത് അച്ഛൻ വയലിൽ പണിയെടുക്കുന്നതായിരിക്കുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്താ കാണുന്നത്, അച്ഛൻ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഫിക്സ് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ നോക്കിക്കുകയാണ്. കാരണം ഇപ്പൊ എന്തായിട്ടുണ്ട്, കൃഷി മാറി റബ്ബർ ഷീറ്റിലേക്ക് അല്ലെങ്കിൽ റബ്ബറിന്റെ കൃഷിയിലേക്കൊക്കെ അവർ മാറി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൈ ഫാദർ സേസ് വിത്ത് ഓബ്വിയസ് പ്രൈഡ്. പ്രകടമായ അഭിമാനത്തോടു കൂടി എന്റെ അച്ഛൻ പറയാണ്, സൺ വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. മോനെ, നമ്മൾ ഈ അരിന്റെയും നെല്ലിന്റെയും പരിപാടികളൊക്കെ നിർത്തി കേട്ടോ. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയന്റ്. അത് ഭയങ്കര പാടായിരുന്നു, ഇൻകൺവീനിയന്റ് ആയിരുന്നു, ഭയങ്കര സ്വൈര്യക്കേടായിരുന്നു. കാരണം അതിനെ നനയ്ക്കണം, മഴ എപ്പോൾ പെയ്യുന്നു, വെയിലെപ്പോൾ വരുന്നു, ഇതൊക്കെ നോക്കിയിരിക്കണം, ഭയങ്കര സൗകര്യക്കേടാന്നേ. The farmer gained nothing, only fools turn to rice farming for gain. അല്ലെ, കൃഷിക്കാരന് അതൊന്നും കാര്യമായിട്ട് നേട്ടമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ കേട്ടോ സർക്കാസം അല്ലെ. എന്താണ്, നെൽകൃഷി ചെയ്യുന്നതിലൂടെ കൃഷിക്കാരന് വലിയ നേട്ടമൊന്നുമില്ല. എന്താണ്, റൈസ് ഫാമിങ് ഫൂൾസ്, വിഡ്ഢികൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയാണ്. ദിസ് ഇസ് ബെറ്റർ മണി, വാട്ട് ഗുഡ് ടൈംസ്. ഇതിലൂടെ കൂടുതൽ കാശ് നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര നല്ല കാര്യമാണ് അല്ലേ. ദ ഗവൺമെന്റ് ഗിവ്സ് റൈസ് ടു ദോസ് ഹൂ ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. നെൽവയലുകൾ ഇല്ലാത്തവർക്ക് എന്താണ്, ഗവൺമെന്റ് തന്നെ മോനെ ഇപ്പം നെല്ല് അല്ലെങ്കിൽ ചോറ്, അരി കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ, ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അതിക്കിര റൈസ്. അങ്ങനെ യങ്ങർ ബ്രദർ ദൂരെ നിന്ന് ഓടി വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ കവിയാണെങ്കിലോ അതിക്കിര ചോറ് തിന്നാനുള്ള ഭയങ്കര പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഹി ഈസ് ക്യാരിങ് ദ റേഷൻസ് ഫോർ ഓൾ ഹൗസ് ഹോൾഡ്. വീട്ടിലേക്കുള്ള റേഷനും കൊണ്ടാണ് ഈ കുട്ടി ഓടി വരുന്നത് കേട്ടോ. ഹി ട്രിപ്സ് ഓവർ സംതിങ് ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. അങ്ങനെ കുട്ടി എന്തിലോ കാല് തട്ടിയിട്ട് വീഴുകയാണ്. വീഴുന്ന സമയത്ത് എന്താണ് ആ ഒരു സഞ്ചിന്ന് പുറത്തേക്ക് വരുന്നത്, ഫുള്ളും ഗോതമ്പാണ് കേട്ടോ. എന്താ വരുന്നത്, ഗോതമ്പാണ്. നമ്മുടെ കവി അവിടുന്ന് ചപ്പാത്തി നിന്ന് വെറുത്ത് മടുത്തിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പോഴാണ് ഇവിടെ ഗോതമ്പ്, റേഷൻ ഷോപ്പിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവരുന്നത്. Above us, a ship of the sky roars northwards. അപ്പം അവരിവിടെ നിൽക്കുമ്പം മേലെ കൂടെ ഒരു എന്ത് പോവാണ്, ഹവായി ജഹാസ് അല്ലെങ്കിൽ നമ്മുടെ എയറോപ്ലെയിൻ പോവാണ് കേട്ടോ, വിമാനം പോവാണ്. എങ്ങോട്ടാ പോകുന്നത്, നോർത്ത് വേർഡ്സിലേക്ക്, നോർത്തിലേക്ക് ചീഫ് മിനിസ്റ്റർ എയറോപ്ലെയിനിൽ പോവാണ്. എന്തിനാ പോകുന്നത്, ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെന്റർ ടു മേക്ക് ടോയ്സ് വിത്ത്, ഐ ഡോണ്ട് നോ. അപ്പൊ എന്തിനാ പോകുന്നത്, അരി വാങ്ങാനായിട്ട് അല്ലെ, നെല്ല് അല്ലെങ്കിൽ ധാന്യങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ മേലേക്ക് നോർത്തിലേക്ക് പോവാണ്, സെൻട്രലിൽ നിന്ന് വാങ്ങിക്കാനായിട്ട്. സോ നമ്മുടെ കവി ചോദിക്കുകയാണ്, കവി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച എന്താണ്,
ഹസ്കിലായിരുന്നു അല്ലെ. ഹസ്കിൽ ടോയ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ അദ്ദേഹം ചോദിക്കുകയാണ് അവിടുന്ന് വരുന്ന സമയത്ത് കുറച്ച് ഈ ഹസ്കും കൂടെ കിട്ടുമോ എനിക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ, കാരണം ഇവിടെ നെൽകൃഷിയില്ല, നെൽകൃഷി ഉണ്ടെങ്കിലേ ഹസ്ക് ഉള്ളൂ, അപ്പൊ നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് ഹസ്ക് ഇല്ലാത്തതുകൊണ്ട് ഇനി എങ്ങനെ റിസർച്ച് ചെയ്യുന്നുള്ള ആ ഒരു ആശങ്കയാണ് കേട്ടോ. ഇനി ഇതിന്റെ അകത്തുള്ള കുറച്ച് തീംസ് എന്ന് പറഞ്ഞാൽ ദ ലോസ് ഓഫ് ട്രഡീഷണൽ ഫാമിംഗ് അല്ലെ. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിംഗ് അതിന്റെ ഒരു എന്താ പറയാ അതവിടെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. poem is driven by narrator's desire to return to his village and eat rice, but he is met with a drastically changed landscape. മൊത്തത്തിൽ മാറ്റമാണ് അവിടെ ഉള്ളത്. എന്താണ് റബ്ബർ ഇത് മാറിയിട്ട് അവിടെ എല്ലാം എന്താ വന്നത്, നമ്മുടെ റബ്ബർ മരങ്ങളാണ് അല്ലെ. യെസ്, പാഡി ഫീൽഡ്സ് മാറിയിട്ട് അവിടെ എല്ലാം റബ്ബർ മരങ്ങൾ വന്നിരിക്കുകയാണെന്ന് പറയാണ്. ദെൻ നെക്സ്റ്റ് വേറെ കാര്യം എന്താണ്, അടുത്ത വേറൊരു കാര്യം എന്താണ്, cultural significance. The poem underscores the cultural importance of rice as a staple food by showing how its loss reflects a broader erosion of traditional ways of life. അതായത് നമ്മൾ എന്നും കഴിച്ചുകൊണ്ടിരുന്ന ചോറ് എന്ന് പറഞ്ഞ സാധനം അവിടുന്ന് മാറിയിട്ട് എന്താവാണ്, ആ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പിലേക്ക് മാറണം. അപ്പൊ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ ആണ് അവിടെ വരുന്നത് അല്ലെ. നമ്മുടെ സംസ്കാരം അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, ക്യാഷ് ക്രോപ്സിലേക്ക് നമ്മൾ മാറുന്നു അല്ലെ. ആ ഒരു എന്താ പറയാ കൃഷി നമ്മൾ ഭക്ഷണത്തിനുള്ളത് എന്നുള്ളതിനേക്കാളും നമ്മൾ പൈസയിലേക്ക് മാറുകയാണ്. നമ്മൾ ആ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രാഗ്മാറ്റിസം, പ്രാക്ടിക്കലായിട്ട് ഇക്കണോമിക്കലി പ്രാക്ടിക്കൽ ആവുന്നതിന്റെ ആ ഒരു കാര്യം കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ്, സെറ്റയർ ഓൺ ഗവൺമെന്റ് പോളിസി ആൻഡ് ഡിപ്പെൻഡൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് നമ്മളല്ലേ ഇവിടുത്തെ ഗവൺമെന്റ് പോളിസി എന്ത് ചെയ്യാണ്, ശരിക്കും നാട്ടിലുള്ള നല്ല നമ്മുടെ സാധാരണ നാടൻ കൃഷികളെയൊക്കെ അവർ തഴഞ്ഞിട്ട് അല്ലെ, അത് നെല്ലിന് നല്ല വിലയുണ്ടെങ്കിൽ ആൾക്കാർ നെല്ലല്ലേ കൃഷി ചെയ്യുന്നുള്ളൂ. പക്ഷെ ഫാദർ ഓൾറെഡി പറയുന്നുണ്ട് ഫൂൾസ് മാത്രമേ ഇപ്പം നെല്ല് കൃഷി ചെയ്യുന്നുള്ളൂ എന്നല്ലേ. സോ ഇവിടെ നെല്ലിന് അത്രയും അല്ലെങ്കിൽ അരിക്ക് അത്രയും കുറവാണ് വിലയുള്ളത്, അതുകൊണ്ട് അവർ ക്യാഷ് ക്രോപ്സിലേക്ക് മാറുകയാണ്. സോ അത് ഗവൺമെന്റിന്റെ ഒരു പിടിപ്പുകേടാണെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പോയറ്റ് ഈ ഒരു കാര്യം നിർത്തുന്നത് കേട്ടോ. സോ ഇത് മൂന്നാണ് ഈ മെയിൻ ആയിട്ടുള്ള തീംസ് എന്നും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റൈസ്. ഓക്കെ, റൈസ് എന്ന് പറഞ്ഞ പോയം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.